അപ്പൊ ചേച്ചി ചേച്ചി അപ്പൊ ഒട്ടും ഒന്നും ഒരു താല്പര്യം കാണിക്കത്തില്ല ചേച്ചി? ചിലപ്പോ ഒക്കെ ഓക്കെ താല്പര്യം കാണിക്കും. എനിക്കെന്തോ ഇപ്പം നിന്നോടാ തോന്നുന്നു കൂടുതലും. അയ്യോ കഴുത്തിലൊന്നും പാടാക്കരുത് കേട്ടോ, കാരണം ഒരാഴ്ച നിക്കുന്നല്ലേ ചേച്ചിക്ക്. കഴുത്തിലൊക്കെ പയ്യെ ചെയ്യാം. നമുക്കിത് കൊറേ നാള് കൊണ്ടുപോവാം, പ്രശ്നമൊന്നുമില്ലാതെ അറിയത്തില്ലേ. കഴുത്തിലൊക്കെ ഒരു മയത്തിലൊക്കെ ചെയ്താൽ മതി. കഴിഞ്ഞ വട്ടം ചെയ്തത് മയത്തിലല്ല. കഴിഞ്ഞ വട്ടം പാടൊന്നും വന്നില്ല ഭാഗ്യത്തിന്. പിന്നെ സൗണ്ടാണ് എനിക്ക് പേടി. നമ്മൾ കഴിഞ്ഞ വട്ടം ഓർക്കുന്നുണ്ട്, ഒരു ദിവസം രാത്രി നമ്മൾ രണ്ടുപേരും ഭയങ്കരമായിട്ട് കഴിച്ചിട്ട് കിടക്കുന്നോണ്ട് അറിയത്തില്ലല്ലോ. ഭയങ്കരമായിട്ട് സൗണ്ട് വന്നായിരുന്നു. അപ്പൊ ഞാനൊന്ന് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അങ്ങനെ കുഴപ്പം. ചേട്ടൻ രാത്രി മുണ്ടിട്ടാ മതി കേട്ടോ, എനിക്കതാ ഇഷ്ടം. ഈ സാധാ മുണ്ടില്ലേ, കൈലി മുണ്ട്, അതാകുമ്പോ സൗകര്യം ഉണ്ടല്ലോ. ചേട്ടൻ ജോലിയില്ലേ ചേട്ടന് അടുത്ത ആഴ്ച? അതോ ലീവ് എടുക്കും 1-2 ദിവസം? ഞാൻ വരുന്ന അപ്പൊ രാവിലെ ജോലിക്ക് പോകുമ്പോ പാടല്ലേ? അതൊന്നും കുഴപ്പമില്ല, 5-6 ദിവസമല്ലേ, അത് നമുക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഞാൻ ഇന്നലെ വന്നപ്പോ ഞാൻ ഓർത്ത് കേട്ടോ, അമ്മ പൊക്കൂന്ന്. അയ്യോ, ഞാൻ കയറി വന്നപ്പം ഫുള്ള് കഴുത്തിലും മുഖത്തുമൊക്കെ ഒരു ചുവന്ന പാടിങ്ങനെ കിടക്കുകയാണ്. ഞാനൊന്ന് പറഞ്ഞോട്ടെ. പിന്നെ ഞാനൊരു വിധത്തിൽ മാനേജ് ചെയ്ത് കിടന്നുറങ്ങി. പരിപാടി മേക്കപ്പ് ഒന്നും കയ്യിലെടുത്തിട്ടില്ലായിരുന്നല്ലോ ഞാൻ. നമ്മുടെ പെട്ടെന്നുള്ള ഒരു ഇതല്ലായിരുന്നു, അതുകൊണ്ട് നേരത്തെ പറയായിരുന്നെങ്കിൽ എന്തേലുമൊക്കെ ഞാൻ എടുത്തിട്ട് വന്നേനെ. പക്ഷെ ഇതിപ്പം അങ്ങനെയല്ലല്ലോ. ഇല്ല, അമ്മയ്ക്ക് കുഴപ്പമില്ല. ഞാൻ നേരത്തെ കുളിച്ചിട്ട് എനിക്ക് തലവേദനയൊന്നും പറഞ്ഞുകൊണ്ട് ഞാൻ കയറി കിടന്ന് ഉറങ്ങി. പിന്നെ രാവിലെ ഞാൻ കുറച്ച് ഫൗണ്ടേഷനൊക്കെ അവിടെ തേച്ച് അഡ്ജസ്റ്റ് ചെയ്തു, കുഴപ്പമില്ലായിരുന്നു. പിന്നെ കാലിനും വയ്യായിരുന്നു, എനിക്ക് നടക്കാനായിട്ട് വയ്യായിരുന്നു. ഞാൻ ഇങ്ങനെ എൻ്റെ കാലൊക്കെയാണല്ലോ എനിക്ക് ഒരു ഇരിക്കാനും. അതിപ്പോഴേ ഉള്ളൂ, പിന്നെ പയ്യെ മാറിക്കോളും, പേടിക്കണ്ട. ഞാൻ പേടിച്ചു പോയി. ഞാൻ ഓർത്ത് ഇനിയിപ്പോൾ എല്ലാ വട്ടം ഇങ്ങനെ ആയിരിക്കുമെന്ന്. എനിക്ക് ഫുള്ള് മേലുവേദനയൊക്കെ ആയിരുന്നു. അപ്പൊ ഞാൻ ഓർത്തു ഇനി എല്ലാ വട്ടം ഇങ്ങനെയൊക്കെ വരുമോന്ന് ഓർത്തു. പക്ഷെ കൊള്ളായിരുന്നു കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ കുറച്ചും കൂടെ സമയം കിട്ടിയിരുന്നെങ്കിൽ കുറച്ചും കൂടെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യാമായിരുന്നു. നീ ആണെങ്കിൽ ഇങ്ങനെ വായ പൊത്തി പിടിക്കുമ്പം എനിക്കങ്ങ് എന്തോ പോലായിരുന്നു. സൗണ്ട് ഒന്നും ഒരുപാട് പുറത്തോട്ട് വന്നില്ലായിരുന്നു തോന്നല്ലേ? അല്ല, എന്നാലും ഒന്ന് വിശ്വസിക്കും. പക്ഷെ ഇതിപ്പോ പറഞ്ഞതിലും വലുപ്പമൊക്കെ ഉണ്ടല്ലോ. നീ ആദ്യം ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ ഇത്രയും വലുപ്പം പ്രതീക്ഷിച്ചില്ല. അത്യാവശ്യം എനിക്കിഷ്ടപ്പെട്ടു. ഞാൻ ഇത്രയും വലുപ്പമൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ലായിരുന്നു, പക്ഷെ കൊള്ളായിരുന്നു. ഇനിയിപ്പം ഞാൻ അടുത്ത ആഴ്ച അടുത്ത ആഴ്ച നോക്കാം. ഇതിപ്പം എപ്പോഴും വീട്ടിലെ ലേറ്റ് ആയിട്ട് കയറാൻ പറ്റത്തില്ല. പകല് നോക്കാം.
പക്ഷെ എന്താ പെട്ടെന്ന് ഇത്ര ഒരു ഇത്? അടുത്ത ആഴ്ച പോരെ? ഇത് പറഞ്ഞാൽ പോലെ നമുക്ക് റെഡിയാക്കാം, പേടിക്കണ്ട. 20 മിനിറ്റ് 3/4 മണിക്കൂറോ 1 മണിക്കൂറോ ആണെങ്കിൽ വാക്ക് പാലിക്കണം, പറഞ്ഞാ പോരാ. അപ്പൊ അതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടെ. അതാ എനിക്ക് കുറച്ചുകൂടെ ഒരു ഇത് തോന്നിയത്. അല്ല, നിനക്ക് ഏതായിരുന്നു? എനിക്ക് രണ്ടും ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ ഈ കഴുത്തിലൊക്കെ ഇങ്ങനെ ചെയ്തൊക്കെ എനിക്ക് കുഴപ്പമില്ലായിരുന്നു, ഒരു സുഖം. ഇനിയിപ്പോ ഉടനെ ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും പോകണ്ട, ഞാനുണ്ടല്ലോ. അല്ലേ നീ രണ്ടാമത്തെ 3-ാമത്തെ തൊട്ടൊന്ന് നോക്ക്. നോക്കാം, ഞാൻ ഒന്ന് ബോഡിയൊക്കെ നോക്കിയാട്ടെ. പ്രശ്നങ്ങളെല്ലാം മാറ്റി റെഡിയാക്കി തരാം. അടുത്ത മാസം പെണ്ണ് കാണലുണ്ട്. ചേച്ചി പറഞ്ഞില്ലായിരുന്നോ നിങ്ങളെ വീട്ടിലോട്ട് വിളിക്കുമായിരിക്കും അമ്മ അച്ഛനും. അടുത്ത മാസം പുള്ളി ഗൾഫിൽ നിന്ന് വരും. അപ്പം പെണ്ണ് കാണലുണ്ട്. പോവായിരിക്കല്ലോ നീ എന്നൊക്കെ പറഞ്ഞല്ലോ. എന്നിട്ട് ഈ വട്ടം ഞാൻ നിന്നോടൊന്നും ചോദിച്ചു പോലും ഇല്ല മതിയായോ എന്ന് പോലും. അടുത്ത വട്ടം നീ ഇങ്ങോട്ട് വാ, നീ നാളെ ഇങ്ങനെ പോയിട്ട്. എനിക്കിപ്പോ കാലിന് വേദന എടുക്കുന്നു. നാളെ ഒന്നും എന്നെ കൊണ്ട് പറ്റൂല. കാലും ദേഹവും ഇത് വേദന കണ്ടിട്ട് എനിക്ക് തോന്നുന്നു എനിക്ക് ഒരാഴ്ച റെസ്റ്റ് വേണം. ഇല്ലായിരിക്കും, എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും ഇതുവരെ ഇല്ല. ഞാൻ ചെന്നപ്പം വീട്ടിലില്ലായിരുന്നു. പിന്നെ ഞാൻ രാവിലെ പെട്ടെന്നങ്ങ് വീട്ടിൽ നിന്ന് ഇറങ്ങി, അപ്പൊ ശ്രദ്ധിച്ചില്ല. എന്നാലും എനിക്ക് ആ ഇന്നലത്തെക്കാട്ടിലും കുറച്ചുകൂടി വേദന കുറവുണ്ടെന്നേ ഉള്ളൂ. വേദന ഉണ്ട്. നമുക്കെല്ലാവരും അവരുടെ മുന്നിൽ പോയി പെട്ടണ്ട. എന്നിട്ട് നമുക്ക് നീ അടുത്ത ആഴ്ച പോവാം. മാറ്റത്തില്ല. അപ്പൊ അടുത്ത ആഴ്ച വേദന ഇതിലും കുറവായിരിക്കും അതോ? പിന്നെ നിങ്ങൾക്കൊക്കെ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ അല്ലേ? എത്ര എക്സ്പീരിയൻസ് ഉണ്ട്? എത്ര എണ്ണം കഴിഞ്ഞു മൊത്തം? എന്നെ നോക്കി കാണത്തില്ലായിരിക്കും അല്ലേ? അയ്യോ, അത്രയോ? അത്രയുമായിട്ടാണ്. അതൊരു 7-8 വർഷത്തെ ഗ്യാപ്പിന്റെ ഇടയ്ക്കുള്ളത് 5-6. എന്നാലും മാക്സിമം